ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Ucraft. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പാലൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസാണിത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 4 ഇൻഗ്രീഡിയൻസ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാല്, പിന്നെ 1/2 കപ്പ് പഞ്ചസാര, 2 ടീസ്പൂൺ പാൽപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ. ഇത്രയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പാലൈസ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ഫസ്റ്റ് പാൽപ്പൊടിയും കോൺഫ്ലവറും കുറച്ച് പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ പൊടികളൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്ത് നമ്മുടെ ബാക്കിയുള്ള പാലും പഞ്ചസാരയും മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പം പാലിപ്പം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ഒന്ന് സ്ലോ ആക്കി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഈ മിക്സർ ഒന്ന് ആഡ് ചെയ്യാം. ഇത് കോൺഫ്ലവറും പാൽപ്പൊടിയും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട കെട്ടിപ്പോവും. കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിലാവാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു കട്ടിയുള്ള പരുവത്തിലാകുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം. നമ്മൾക്കിപ്പോൾ സ്കൂളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും. നല്ല ചൂടുമല്ലേ, ആ ടൈമിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐസാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വലിയ പണിയൊന്നുമില്ല. നമുക്ക് ഇൻഗ്രീഡിയൻസ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയല്ലേ, പാലും പഞ്ചസാരയൊക്കെ. ഇപ്പോൾ ഇത് നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഒന്ന് ചൂട് തണിയാൻ വെച്ചിട്ടുണ്ട്. ചൂട് തണിഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള ഐസ് മോൾഡിൽ നമുക്ക് ഒഴിച്ച് വെച്ച് ഐസ് ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ഐസ് മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് സ്റ്റിക്ക് കുത്തി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഒരു ഐസ് മോൾഡിൽ ആക്കുന്നുണ്ട്. ഇതിപ്പോൾ 5 ഐസും പിന്നെ ഒരു 1/2 ഐസുമാണ് ഇപ്പോൾ 1/2 ലിറ്റർ പാലും കൊണ്ട് എനിക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി ഇതെല്ലാം അടച്ചൊന്ന് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഒരു 8 മണിക്കൂറെങ്കിലും എന്തായാലും ഫ്രീസറിൽ വെക്കണം. ഇപ്പോൾ ഇത് ഒരു 8 മണിക്കൂറിന് ശേഷം തണുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തു. അതൊന്ന് ഇളകി കിട്ടാൻ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് സമയം ഒരു 30 സെക്കൻഡ് ഒന്ന് വെള്ളത്തിൽ വെക്കണം. അപ്പോൾ അതൊന്ന് ഇളകി വരും. ഇതിപ്പോൾ നമ്മുടെ പാലൈസ ഇളകി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള പാലൈസാണ്. ശരിക്കും നമ്മുടെ പണ്ടൊക്കെ നമ്മൾ സൈക്കിൾ വണ്ടിയിലൊക്കെ വരുന്ന അതേ ടേസ്റ്റിലുള്ള പാലൈസാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.